Master paka blop. നാഗാർജുനന്റെ മോൻ അഖിലനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു കഥ കേട്ടുന്ന അഖിലൻ നേരെ പോയി നാഗാർജുനനോട് പറയും, ഡാഡി ഒരു കിടിലൻ കഥ കിട്ടിയിട്ടുണ്ട്, ഡാഡി ഞാനും കൂടി ചെയ്ത് റെക്കോർഡ് അടിക്കാമെന്നൊക്കെ. പക്ഷെ കഥ കേട്ട് മലസ്തംഭം വന്ന നാഗാർജുന പറയും, അയ്യോ മോനെ എനിക്ക് ഡേറ്റ് ഇല്ല, പകരം ഞാൻ നിനക്ക് എന്റെ ഫ്രണ്ട് മെഗാസ്റ്റാറിന്റെ ഡേറ്റ് ഒപ്പിച്ചു തരാമെന്ന്. ചിരഞ്ജീവി അണ്ണനോ? അതല്ല, ഇത് കേരള മെഗാസ്റ്റാർ എന്നും പറഞ്ഞ് നമ്മുടെ കേരള മെഗാസ്റ്റാർ മമ്മൂക്കാനെയും അഖിലനെയും വെച്ച് പണിയ ഒരു അപരാധം ഏജന്റ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കാണിച്ചുകൊണ്ടാണ്. അതെന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഇലുമിനാന്റ് രൂപപ്പെട്ടിരിക്കുന്നു. അവർ ഇവിടെ അഴിമതിയിലുണ്ടായ പണമൊക്കെ എടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി ഷിപ്പിൽ കയറ്റി കൊണ്ടുപോയി അവരുടെ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ട് ഇന്ത്യയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന റോ ഏജൻസിയുടെ ചീഫായിട്ടാണ് മമ്മൂക്ക അഭിനയിക്കുന്നത്. ഇക്ക ഇതിൽ വൺ സെറ്റപ്പാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാർ വെടിവെച്ചിട്ട് കത്തിച്ച് അതിന്റെ ഉള്ളിൽ കയറി ബോഡി ചൂടാക്കി അത് പൊട്ടുന്നതിന് മുന്നേ പുറത്തിറങ്ങി വരും. പിന്നെ നമ്മുടെ ഇക്ക ടെക്നോളജിയിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. അതുകൊണ്ട് പൂരത്തിന് വാങ്ങിയ 80 രൂപയുടെ റേബാൻ ഗ്ലാസിൽ ഒരു ചിപ്പ് വെച്ച് എന്തിനെ പോലെ വീഡിയോ കോൾ ചെയ്യും. പിന്നെ AK-47 ഒക്കെ വെച്ച് വെടിവെക്കുന്ന 10-20 തീവ്രവാദികളെയൊക്കെ അവന്മാരുടെ കാലിന്റെ ഇടയിൽ കൂടെ വന്ന് ഒരു ചെറിയ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ചിടും. ഇതുകൊണ്ടൊക്കെ തന്നെ തീവ്രവാദികളുടെ ഒരു പേടി സ്വപ്നമാണ് കേരള മെഗാസ്റ്റാർ. ഇനി ഇതിലെ തീവ്രവാദികളെ പറ്റി പറയുകയാണെങ്കിൽ ഇജാതി മൊയ്തുകളെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഇവന്മാരെ ആരെങ്കിലും കൊല്ലാൻ വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ ഇവന്മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ആ മൊമെന്റിൽ ഇവന്മാരെ അവന്മാരുടെ തോക്കിൽ ഉണ്ടൊക്കെ ചുമ്മാ വായുവിലേക്ക് വെടിവെച്ച് തീർത്ത് നായകൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ സമയത്താണ് അവന്മാരുടെ കാലിന്റെ ഇടയിൽ കൂടെ വന്ന് ഇവന്മാര് വെടിവെച്ച് പോകുന്നത്. പിന്നെ ഇതിൽ ഇക്കയുടെ പ്രധാന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ ചുമ്മാ റോഡ് സൈഡിലെ ബെഞ്ചിൽ ചോറുണ്ട് കിടന്നുറങ്ങുന്ന പയ്യന്മാരൊക്കെ വിളിച്ചു നിർത്തി നീ നാളെ മുതൽ ഒരു ഏജന്റ് ആണ് കുട്ടായെന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ച് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു ഏജന്റ് ആക്കി മാറ്റും. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും. അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ഒരുത്തനെ വെച്ചിട്ടാണ് ഇക്ക ഇലുമിനാണ്ടി കേസ് അന്വേഷിക്കാൻ വേണ്ടി വിടുന്നത്. ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവൻ ഇക്കാക്ക് വേണ്ടി ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന്. പക്ഷെ അതല്ല സംഭവിക്കുക. ഇവൻ ആ കേസ് അന്വേഷിച്ച് അവൻ ഇക്കാനെ മുമ്പിച്ച് ആ ഇലുമിനാണ്ടിയുടെ ഹെഡായി മാറും. സിൻഡിക്കേറ്റിലെ മൃഗങ്ങളെല്ലാം ലീഡ് ചെയ്യുന്ന ഒരു കാട്ടമൃഗമായി മാറി. എന്നിട്ട് അവനിപ്പോൾ അവൻ ഇത്രയും വളർത്തി വലുതാക്കിയ ഇക്കാനെ നാണം കെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. ഇപ്പൊ അവൻ എന്നെ കൊല്ലുന്നാണ് പറയുന്നത്. ഇത്രയും ഗതികെട്ട ഒരു റോ ചീഫിനെ നിങ്ങൾ വരെ കണ്ടിട്ടുണ്ടോ? ദാ ഈ പുരുകത്തിലെ റെസ്ലിംഗിന്റെ ബെൽറ്റ് ഡബിൾ സൈഡ് സ്റ്റിക്കി പാഡും വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നവനാണ് അവൻ, ദി ഗോഡ്. ഇവന്റെ പവറിന്റെ ലെവൽ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം ആഫ്രിക്കൻ പ്രസിഡന്റ് ഗോഡിനൊന്ന് ധിക്കരിച്ചു. അപ്പോൾ അവൻ ആഫ്രിക്കൻ പ്രസിഡന്റിനെ ആഫ്രിക്കൻ പാലി വെട്ടിക്കളയുന്ന പോലെ വിട്ടു. ഭയങ്കരമായ ആള്. ഇനി നമുക്കിതിലെ നായകൻ രാമകൃഷ്ണനെ പറ്റി നോക്കാം. ചെറുപ്പം തൊട്ട് ഒരു ഏജന്റായി തീവ്രവാദികളെ മൊത്തം കൊന്നൊടുക്കണം എന്ന് പറഞ്ഞ് വെകിളി പിടിച്ച് നടക്കുന്ന ഒരുത്തൻ. അവൻ സൂപ്പർ മാർക്കറ്റിലെ പച്ചക്കറി കണ്ടാൽ വരെ തോക്കും ബോംബും ഒക്കെ ആയിട്ടാണ് തോന്നാറ്. ആൻഡ് അവന്റെ ആരാധന കഥാപാത്രമാണ് നമ്മുടെ കേരള മെഗാസ്റ്റാർ ഇക്ക. രാമകൃഷ്ണന്റെ റൂമിൽ മൊത്തം അവന്റെ ആരാധന കഥാപാത്രം കേരള മെഗാസ്റ്റാറിന്റെ പടങ്ങൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. വൈറ്റ് ഗാങ്സ്റ്റർ, ഓഗസ്റ്റ് 15 മാസ്റ്റർ പീസ് ആൻഡ് ഹൂ ദ ഫക്ക് എഡിറ്റഡ് ദിസ് വൺ? ഇക്ക വിത്ത് APJ. ഇനി ഇതൊന്നും പോരഞ്ഞിട്ട് അവൻ ഇക്കടെ മുഖം ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് പിന്നെ ഫോട്ടോന്ന് വെക്കാം. പക്ഷെ ഈ വെടല ഫോട്ടോ നോക്കി സംസാരിച്ചോണ്ടിരിക്കും. ഇവിടെ നടക്കുന്നത് വല്ലതും അറിയണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ. പക്ഷേ ഒരു കാമുകൻ അവന്റെ കാമുകിയെ പോലും ഇങ്ങനെ സ്നേഹിച്ചിണ്ടാവില്ല. അപ്പോ ഗൈസ്, രാമകൃഷ്ണൻ അങ്ങനെ ഏജന്റ് ആവാൻ വേണ്ടി റോന്റെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ആക്കി നടക്കുകയാണ്. പക്ഷെ എല്ലാ ഇന്റർവ്യൂസും ഇവൻ പൊട്ടും. അവസാനം ഗതി കെട്ടവൻ എങ്ങനെങ്കിലും ഒന്ന് റോയിൽ കയറി പറ്റാൻ വേണ്ടി ഇന്ത്യൻ ചാര സംഘടനയുടെ ചീഫ് സിസ്റ്റം അങ്ങ് ഹാക്ക് ചെയ്ത് കളയും. കണ്ടോ, ഹാക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹാക്കിങ്ങിന്റെ ഒപ്പം ഒരു മെസ്സേജിൽ അവന്റെ അഡ്രസ്സും കൊടുത്തിട്ട് ഇക്കാനോടും ടീംസിനോടും നിങ്ങൾ എന്റെ ഒളിത്താവളത്തിലേക്ക് വന്നെ റോയിലേക്ക് എടുക്കണമെന്നും പറയും. അങ്ങനെ ഈ മെസ്സേജ് കിട്ടിയതും ഇക്കയും ടീംസും അവന്റെ ഒളിത്താവളത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതും ഇക്ക അവന്റെ ബിനാലെ കാണുകയാണ്. ഇക്കയുടെ പടമൊട്ടിച്ച ചുമരുകൾ, ആ ഗ്ലാസിന്റെ ഉള്ളിൽ കാർവ് ചെയ്തെടുത്ത ഇക്കയുടെ മുഖം, ഇതെല്ലാം കണ്ട് ഇക്കയ്ക്ക് ഒരു ചാഞ്ചാട്ടം വരികയാണ്. എന്നിട്ട് ഇന്ത്യൻ ചാരസംഘടനയുടെ ചീഫ് സിസ്റ്റം ഹാക്ക് ചെയ്ത നമ്മുടെ രാമകൃഷ്ണനെ ഇക്ക വെറുതെ വിടും. എന്താടാ നിങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്? ഇന്ത്യൻ ചാരസംഘടനയുടെ ചീഫ് സിസ്റ്റമാണ് അവൻ ഹാക്ക് ആക്കിയിരിക്കുന്നത്, അല്ലാതെ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാമിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ല. എന്തെങ്കിലും ഒരു വില കൊടുക്കണം അതിന്.
ഇനി നമുക്ക് രാമകൃഷ്ണന്റെ കാമുകിയെ പറ്റി നോക്കാം. ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാസയിൽ കയറി പറ്റണമെന്നാണ്. നിന്റെ ഏറ്റവും വലിയ ഡ്രീം നാസയിൽ പോകണം. അതും രാമകൃഷ്ണനെ പോലെ തന്നെ ഇക്കയെ കണ്ടുണ്ടായ ഒരു ആഗ്രഹമാണ്. ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൾ നാസയിൽ കയറാൻ വേണ്ടി പഠിക്കുന്ന സ്ഥലത്ത് ഒരുത്തൻ വന്ന് ഇവളെ ശല്യം ചെയ്യുന്നത്. അത് അറിഞ്ഞത് രാമകൃഷ്ണൻ ആകെ ദേഷ്യം വന്ന് അവളെയും കൂട്ടി ആ ശല്യം ചെയ്തവന്റെ അടുത്ത് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും രാമകൃഷ്ണൻ അവന്മാരൊക്കെ അടിച്ച് പറപ്പിക്കുമെന്ന്. പക്ഷെ ഗൈസ്, അതല്ല ഇവിടെ നടക്കുന്നത്. മറ്റവന്മാരൊക്കെ കൂടി രാമകൃഷ്ണൻ അടിച്ച് പിഴിഞ്ഞ് അച്ചാർ കുപ്പി തല വീണ പോലെയാക്കും. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. അങ്ങനെ ഈ അടിയൊക്കെ കൊണ്ട ശേഷം രാമകൃഷ്ണൻ അവരോട് പറയും, ഇനി മേലാൽ ഇവളെ ശല്യം ചെയ്യരുത് എന്ന്. അതോടെ രാമകൃഷ്ണന്റെ അവളോടുള്ള ഈ സ്നേഹമൊക്കെ കണ്ടതും നമ്മുടെ നായിക ഇനി എനിക്ക് നാസയൊന്നും വേണ്ട, എനിക്ക് എന്റെ രാമകൃഷ്ണൻ മതി എന്ന് പറഞ്ഞ് അവളുടെ നാസൈക്കിൾ അപ്പോയിന്റ്മെന്റ് ഓർഡറും ചീന്തി കളഞ്ഞ് രാമകൃഷ്ണന്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ പോകും. അങ്ങനെ രാമകൃഷ്ണന് പുതിയ പെണ്ണ് സെറ്റായെന്നുള്ള വിവരം ഇക്ക അറിയുകയാണ്. അതറിഞ്ഞതോടുകൂടി ഇക്കാക്ക് പോസസീവ് ആവും. പണ്ട് എന്നെ ഗ്ലാസ്സിൽ വരെ ഉണ്ടാക്കി വെച്ചവനിപ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ പിന്നാലെയാണെന്നും പറഞ്ഞ് ഇക്ക അവനെ വിളിച്ചു പറയും, നീ അവളായിട്ട് ബ്രേക്കപ്പ് ആയി എന്റെ കൂടെ വന്നാൽ നിന്നെ ഞാൻ റോയിൽ എടുക്കാമെന്ന്. പ്രാണനേക്കാൾ വലുതായി നിന്റെ പ്രേമം വിട്ടുകളി. അതോടുകൂടി അവൻ അവളെ ഉപേക്ഷിച്ച് നമ്മുടെ ഇക്കയോടൊപ്പം ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു ഏജന്റായി. ആൻഡ് ഈ പരിപാടി ഇക്ക ഇന്നും ഇന്നലും ഒന്നും തുടങ്ങിയതല്ല. പണ്ട് ഇക്കാനൊരുത്തിന് മുമ്പിച്ചിട്ട് ഇലുമിനാട്ടിയിൽ പോയി ചേർന്നില്ലേ, അവൻ ഇക്കാനെ ചതിച്ചതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അവനും ഇക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ ലെവൽ എന്താന്ന് വെച്ചാൽ അവൻ നമ്മുടെ ഇക്കയെ ഡാഡി എന്നാണ് വിളിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു ഗേൾഫ്രണ്ട് ഉണ്ടെന്നുള്ള വിവരം ഇക്ക അറിയുന്നത്. അതറിഞ്ഞതും ഇക്ക അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തും, നിനക്ക് ഇനി ഏജന്റായി തുടരണമെങ്കിൽ നീ നിന്റെ ഗേൾഫ്രണ്ടിനെ ബ്രേക്കപ്പ് ആക്കി കൊല്ലണമെന്ന്. അങ്ങനെ ഒരു വഴിയുമില്ലാതെ അവൻ അവന്റെ ഗേൾഫ്രണ്ടിനെ കൊല്ലുകയാണ്. ആ കൊന്ന ദേഷ്യത്തിൽ പ്രതികാരം തീർക്കാനാണ് അവൻ പോയി ഇലുമിനാട്ടിയിൽ ചേർന്നത്. യെസ്, ഇക്ക ഈസ് എ പൊസസീവ് സൈക്കോ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഇലുമിനാട്ടിൽ പോയവൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഒരു ആയുധം ഇറക്കുന്നത്. ആ ആയുധം എന്താന്ന് വെച്ചാൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഇന്ത്യയിൽ 26 സ്ഥലത്ത് ബോംബ് പൊട്ടുന്ന ഒരു ആയുധം. അത് കോഡ് ചെയ്യാൻ വേണ്ടി അവൻ ലോകത്തുള്ള ഏറ്റവും ബെസ്റ്റ് കോഡേഴ്സിനെയൊക്കെ കോഡിനെ ചാക്ക് വെച്ച് പിടിക്കുന്ന പോലെ പിടിച്ച് അവന്റെ താവളത്തിലേക്ക് കൊണ്ടുവന്ന് കഴുത്തിൽ ഒരു മാല ഇട്ടുകൊടുത്ത് കോഡ് ചെയ്യാൻ ഇരുത്തും. ആ കോഡ് എങ്ങാനും തെറ്റിച്ചാൽ ആ മാല പൊട്ടിത്തെറിച്ച് അവന്മാരുടെ ഒക്കെ തല പൊട്ടിത്തെറിക്കുന്നേ. അപ്പൊ ഗൈസ്, ഇപ്രാവശ്യം മിക്കയുടെ മിഷൻ എന്താന്ന് വെച്ചാൽ ഇവനെ പിടിച്ച് ഈ ആയുധം കൈക്കലാക്കി ഇന്ത്യയെ രക്ഷിക്കുക എന്നതാണ്. അപ്പൊ ഈ മിഷന് വേണ്ടി കേരള മെഗാസ്റ്റാർ നമ്മുടെ ഏജന്റ് രാമകൃഷ്ണൻ ഇറക്കുകയാണ്. പിന്നെ ഞാനൊരു മിഷൻ ഏൽപ്പിക്കാമെന്ന് എഴുതിയിരിക്കുക. സോ ഗൈസ്, അങ്ങനെ ഏജന്റ് രാമകൃഷ്ണൻ ആ മിഷൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. ആദ്യം തന്നെ ആ ഇലുമിനാറ്റിയുടെ പൈസ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ഒക്കെ രാമകൃഷ്ണൻ പോയി കൈക്കലാക്കും. അവൻ അവിടെയുള്ള വില്ലന്മാരൊക്കെ പാട്ടും പാടി ഡാൻസ് കളിച്ച് വെടിവെച്ചിടും. എനിക്കതല്ല, ഒരു ബുള്ളറ്റ് പോലും കൊള്ളൂലെന്നറിഞ്ഞിട്ടും ആ രാമകൃഷ്ണനെ വെടിവെക്കുന്ന പാവം പിടിച്ച ഗുണ്ടകളെ പറ്റി ആലോചിക്കുമ്പോഴാണ് അവന്റെയൊക്കെ വായി കയറി വെടിവെച്ചാൽ പോലും കൊള്ളൂല. പിന്നെ എന്തിനാടാ നിങ്ങൾ വെറുതെ ഈ ഉണ്ടകൾ വേസ്റ്റ് ആക്കുന്നത്? ഒരു സുഖം, ഒരു മനസുഖം. അങ്ങനെ രാമകൃഷ്ണന്റെ നൃത്താവരാധം കഴിഞ്ഞതും അടുത്ത പരിപാടി തുടങ്ങുകയായി. കൊതുകിന് മരുന്നടിക്കൽ. സത്യനന്ദിക്കാട് പടത്തിൽ KPC ലളിതയുടെ അച്ചപ്പം കുഴലപ്പം പോലെയാണ് ഇപ്പോൾ ആക്ഷൻ പടത്തിൽ കൊതുകിന് മരുന്നടിക്കൽ. അങ്ങനെ ഈ അപരാധങ്ങളൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് ഇലുമിനാണ്ടി രാമകൃഷ്ണനെ പിടിച്ച് കൊണ്ടുപോയി കെട്ടിയിട്ടടിക്കും. പക്ഷെ കൊല്ലില്ല. എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത്? തീവ്രവാദികൾക്ക് അവന്റെ ശത്രുവിനെ കിട്ടിയിട്ടും അടിച്ചു പെരുമാറി പറഞ്ഞയക്കും. അവസാനം അവന്മാർ അടിച്ചു പിടിഞ്ഞ രാമകൃഷ്ണനെ ആ നന്മയുള്ള തീവ്രവാദികൾ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടാക്കും. ഇങ്ങനെ ഒരു ഇഞ്ച് വിടാതെ പ്ലാസ്റ്റർ ഇട്ട് കിടന്ന രാമകൃഷ്ണൻ ഒന്ന് ബെഡ് നീറ്റതും നമ്മുടെ ഇക്ക വന്ന് രാമകൃഷ്ണനെ കൂട്ടി പിന്നെ ഇലുമിനാട്ടിക്കിട്ട് പണിയാൻ വേണ്ടി പോകും. പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഇപ്രാവശ്യം ഇലുമിനാണ്ടി അവരുടെ ഒരു ഫ്രണ്ടിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി റോഡെ ഒരു രഹസ്യ താവളം അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഒപ്പതാ രഹസ്യ താവളത്തിന്റെ വാതുക്കൽ തന്നെ ഇക്ക നിന്ന് കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നു. സോറി ഗൈസ്, ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഷോക്ക് അടിച്ചതാണെന്നൊക്കെ തോന്നും. എന്നാൽ ഇത് അതൊന്നുമല്ല. കമലഹാസന് സൽമാൻ ഖാനും ആവുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന് പറഞ്ഞ് ഇക്ക കൊതുകിന് മരുന്നടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ മനുഷ്യനെയാണ് തോക്ക് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോലെ പിടിക്കണമെന്നും പറഞ്ഞ് കുറച്ച് മുന്നേ വരെ ഫാൻസുകാർ തള്ളിയത്. പിന്നീട് ഇന്ത്യൻ ചാരസംഘടനയുടെ രഹസ്യ താവളത്തിന്റെ മുറ്റത്ത് ഏജന്റ് രാമകൃഷ്ണന്റെയും കേരള മെഗാസ്റ്റാറിന്റെയും അപരാധ ആട്ടം നടക്കുകയാണ്. ഇവരവിടെ കറങ്ങി കറങ്ങി വെടിവെക്കും. പിന്നെ കേരള മെഗാസ്റ്റാർ ഏജന്റ് രാമകൃഷ്ണന്റെ പുറത്ത് കയറി നിന്ന് കറങ്ങി വെടിവെപ്പാണ്. അവസാനം ഇക്കാന്റെ രാമകൃഷ്ണന്റെ ഈ ഉപദ്രവം ഒന്നും സഹിക്കാൻ വയ്യാത്ത ദേഷ്യം വന്ന ഇലുമിനാട്ടി ഗോഡ് നേരെ ഇക്കാന്റെ അടുത്ത് പോയി പറയും, ഞാൻ 26 ബോംബും ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ഓണാക്കി വെച്ച് ഇന്ത്യയെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ
ഞാനത് ഓഫാക്കണമെങ്കിൽ ഒരു വഴിയുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഏജന്റ് രാമകൃഷ്ണൻ ഇക്കേനെ കൊന്നിട്ട് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് പറയണം ഞാൻ ഇക്കയെ കൊന്നു എന്ന്. എന്നാൽ ആ ബോംബ് അവൻ ഓഫാക്കും. സോ ഗൈസ്, അത് കേട്ടതും മിക്ക രാമകൃഷ്ണനെ വിളിച്ചു വരുത്തി തന്നെ കൊന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കേരള മെഗാസ്റ്റാർ ആ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി പടമാവുകയാണ്. അങ്ങനെ പടമായതും ഏജന്റ് രാമകൃഷ്ണൻ നേരെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഗോഡിന്റെ അടുത്ത് പറയും, ചീഫ് പടമായി, ഇനി നീ പോയാ ബോംബ് ഓഫ് ചെയ്യുന്നത്. അത് കേട്ടതും ഗോഡ് രാമകൃഷ്ണനോട് പോയി ഉമ്മ പറയും. വാട്ട്? അപ്പൊ വെടി കൊണ്ട് പടമായി ഞങ്ങളുടെ കേരള മെഗാസ്റ്റാർ എന്താ പൊട്ടനാ? അവസാനം ഇതിൽ ദേഷ്യം വന്ന ഏജന്റ് രാമകൃഷ്ണൻ ബോംബ് പൊട്ടാൻ വെറും 6 മിനിറ്റ് ബാക്കിയുള്ള നേരത്ത് അവിടെയുള്ള 10-50 ആൾക്കാർ അടിച്ചിടുകയാണ്. അവസാനം ആ വില്ലനെ വെട്ടിക്കൊന്ന് ലാസ്റ്റ് 12 സെക്കൻഡ് ബാക്കി നിൽക്കുമ്പോഴേക്കും ഏജന്റ് രാമകൃഷ്ണൻ പോയ ബോംബ് ഡീആക്ടിവേറ്റ് ആക്കും. ബട്ട് ഗൈസ്, നിർഭാഗ്യമെന്ന് പറയാമല്ലോ, അപ്പോഴേക്കും ആ ബോംബ് തകർക്കാൻ വേണ്ടി ആ ലൊക്കേഷൻ കിട്ടിയ ഇന്ത്യൻ ആർമി അങ്ങോട്ടേക്ക് കുറച്ച് മിസൈൽ വിട്ടിട്ടുണ്ടാവും. ആ മിസൈലുകൾ വന്ന് പതിച്ച് ക്ലൈമാക്സ് നടന്ന സ്ഥലം മൊത്തം പൊട്ടിത്തെറിക്കുകയാണ്. മഞ്ചാടി കാസറ്റിൽ ഉണ്ടല്ലോ ഇതിലും നല്ല ഗ്രാഫിക്സ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാം തീർന്നു. ഏജന്റ് രാമകൃഷ്ണനും തട്ടിപ്പോയെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഏജന്റ് രാമകൃഷ്ണൻ അങ്ങനെ ഒന്നും ചാവൂല. മൂപ്പര മിസൈൽ പൊട്ടുമ്പോൾ തൊട്ടപ്പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ ചാടി കഴിച്ചലാവും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസ്താരദ, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.